ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സൈക്കോളജിയിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. അപ്പോൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പെഡഗോഗി ക്ലാസ്സസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. RTE Act 2009, the Right of Children to Free and Compulsory Education Act or Right to Education Act is an act of the Parliament of India enacted on 4th August 2009, which describes the modalities of the importance of free and compulsory education for children between the age of 6 to 14 years in India under Article 21A of the Indian Constitution. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്റ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. ഓഗസ്റ്റ് 4, 2009 ഈ ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 21 ഈ ആക്ട് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്ടിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The 86th Amendment to the Constitution of India in 2002 provided right to education as a fundamental right in Part 3 of the Constitution. അപ്പോൾ ഇത് 1996 മുതലേ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് പറയുന്നത്. 2002 86th അമെൻമെൻറ്റിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റിയത്. ദ സെയിം അമെൻമെൻറ്റ് ഇൻസേർട്ടഡ് ആർട്ടിക്കിൾ 21A വിച്ച് മെയ്ഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14 years. പിന്നീട് അത് ആർട്ടിക്കിൾ 21A മാറ്റി റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റി. The 86th Amendment provided for a follow-up legislation for Right to Education Bill 2008 and finally Right to Education Act 2009. അപ്പോൾ 2008 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ല് പാസ്സാക്കിയത്. ദെൻ ആ നിയമം നിലവിൽ വരുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത് 2009. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. വളരെ ഡീപ്പായിട്ടൊന്നും നമുക്ക് കേട്ടറ്റിന് ആവശ്യമില്ല. PSCയിലൊക്കെ ആണെങ്കിൽ അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. The Right to Education Act aims to provide primary education to all children aged 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് എൻഫോഴ്സസ് എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എഡ്യൂക്കേഷനെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ആർട്ടിക്കിൾ 21 അത് പറയുന്നത്. ദ ആക്ട് മാൻഡേറ്റ്സ് 25% റിസർവേഷൻ ഫോർ ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വേർ ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ് ഇൻക്ലൂഡ് SCs and STs, socially backward class, differently abled. അപ്പോൾ 25% റിസർവേഷൻ പ്രൊവൈഡ് ചെയ്തു. SC ST അതേപോലെ സോഷ്യലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ്, ഇത്രയും പീപ്പിൾസിന് വേണ്ടി 25% റിസർവേഷൻ കൊണ്ടുവന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലാണ്. ഇറ്റ് ആൾസോ മേക്സ് പ്രൊവിഷൻസ് ഫോർ എ നോൺ അഡ്മിറ്റഡ് ചൈൽഡ് ടു ബി അഡ്മിറ്റഡ് ടു എൻ ഏജ് അപ്രോപ്രിയേറ്റ് ക്ലാസ്. അതായത് ഓൾറെഡി അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ് ആൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് ഷെയറിംഗ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അതർ റെസ്പോൺസിബിലിറ്റീസ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൊണ്ടുവന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലാണ്. ഇറ്റ് ലേസ് ഡൗൺ ദ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് റിലേറ്റഡ് ടു
pupil teacher ratios, buildings and infrastructure, school working days, teacher working hours. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഈ ആക്റ്റിൽ പറയുന്നുണ്ട്. pupil teacher ratio, ബിൽഡിങ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂൾ വർക്കിംഗ് ഡേയ്സ്, ടീച്ചർ വർക്കിംഗ് അവേഴ്സ്, ഇതൊക്കെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിൽ പറയുന്നുണ്ട്. Then it provides for the appointment of teachers with the requisite entry and academic qualifications. അപ്പോൾ ടീച്ചേഴ്സിന് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത് റിക്വസിറ്റ് എൻട്രി അതേപോലെ അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദെൻ ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഫിസിക്കൽ പണിഷ്മെൻറ്റ് ആൻഡ് മെൻ്റൽ ഹറാസ്മെൻറ്റ്. ഫിസിക്കൽ പണിഷ്മെൻറ്റ്, മെൻ്റൽ ഹറാസ്മെൻറ്റ് അതൊക്കെ ഇതിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ക്രീനിങ് പ്രൊസീജിയർ ഫോർ അഡ്മിഷൻ ഓഫ് ചിൽഡ്രൻ. അഡ്മിഷൻ്റെ ടൈം കുട്ടികളെ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ നടത്തി അഡ്മിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഒഴിവാക്കി. അതേപോലെ ക്യാപിറ്റേഷൻ ഫീ ഒഴിവാക്കി. പ്രൈവറ്റ് ട്യൂഷൻ ബൈ ടീച്ചേഴ്സ് അതും പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ റണ്ണിങ് ഓഫ് സ്കൂൾസ് വിത്തൗട്ട് റെക്കഗ്നീഷൻ ഇല്ലാത്ത എല്ലാ സ്കൂളുകളും നടത്തുന്നതിൽ എതിർപ്പ്. അപ്പോൾ ഇതൊക്കെ ഈ RTE ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഫോക്കസസ് ഓൺ മേക്കിംഗ് ദ ചൈൽഡ് free of fear, trauma and anxiety through a system of child friendly and child centered learning. കുട്ടികൾ പേടിയില്ലാത്ത ഒരു ആൻസൈറ്റിയും ഒന്നുമില്ലാത്ത ഫ്രീ ആയിട്ടുള്ള ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ലേണിംഗ് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇനി ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. The Right to Education Act has successfully managed to increase enrollment in the upper primary level. അപ്പർ പ്രൈമറി ലെവലിൽ എൻറോൾമെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്ട്രിക്റ്റർ ഇൻഫ്രാസ്ട്രക്ചർ നോംസ് റിസൾട്ടഡ് ഇൻ ഇംപ്രൂവ്ഡ് സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രത്യേകിച്ചും റൂറൽ ഏരിയാസിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ മോർ ദാൻ 3.3 million സ്റ്റുഡൻസ് സെക്യൂർഡ് അഡ്മിഷൻ അണ്ടർ 25% കോട്ട നോം അണ്ടർ RTE. അപ്പോൾ RTE റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം 25% സ്റ്റുഡൻസ് അതായത് 3.3 million സ്റ്റുഡൻസ് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ഇറ്റ് മെയ്ഡ് എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് ആൻഡ് ആക്സസിബിൾ നാഷൻ വൈഡ്. അപ്പോൾ ഈ RTE ആക്ട് എന്താക്കി? എഡ്യൂക്കേഷനെ ഒരു നാഷൻ വൈഡ് പ്രോസസ്സാക്കി മാറ്റി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആക്കി മാറ്റി എന്ന് പറയാം. മീൻസ് removal of no detention policy has brought accountability in the elementary education system. അപ്പോൾ no detention policy റിമൂവ് ചെയ്തു. അതെന്താണ്? ഒരു അക്കൗണ്ടബിലിറ്റി എലമെൻ്ററി എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ദ ഗവൺമെൻറ് ഹാസ് ആൾസോ ലോഞ്ച്ഡ് ആൻ ഇൻറ്റഗ്രേറ്റഡ് സ്കീം ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ named as Samagra Shiksha Abhiyan, which subsumes the 3 schemes of school education. അതേപോലെ തന്നെ ഗവൺമെൻറ് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സ്കീമിൻ്റെ അതായത് സമഗ്ര ശിക്ഷ അഭിയാൻ എന്നാണ് ആ സ്കീമിൻ്റെ പേര്. അതിൻ്റെ അണ്ടറിൽ വരുന്ന 3 schemes ആണ് സർവശിക്ഷ അഭിയാൻ SSA, ദെൻ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ RMSA, ദെൻ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഓൺ ടീച്ചർ എഡ്യൂക്കേഷൻ CSSTE. അപ്പോൾ ഈ 3 സ്കീംസ് ഇത് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീംസാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. RMSA ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ ഷോർട്ട് കട്ട് അതായത് ഷോർട്ട് ഫോം ആൻഡ് ഫുൾ ഫോം അത് പഠിച്ചു വയ്ക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന് കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡ്രോബാക്സ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. നമുക്ക് എഡ്യൂക്കേഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഇത് 6 to 14 yearsനാണ് കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 6 to 18 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു സജഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു.